ഇങ്ങനെ പോകണ്ട കുഴപ്പമില്ല. അള്ളാന്റെ ഒരു ഒറ്റ സൂര്യ അള്ളാഹ് പഠിച്ച ഭൂമി ഒട്ടാകെ. ഇപ്പൊ നിങ്ങളടുത്ത് വളർത്തപ്പോ പിന്നെ നമ്മളോട് കാണണ്ട ഇല്ല. അപ്പൊ നമ്മൾ അള്ളാനെയാണ് ഇപ്പൊ ആരാധിക്കേണ്ടത്. ആൾക്കാർ അമ്പലത്തിക്കൊക്കെ പോകും. അപ്പൊ പഠിച്ചപ്പോ ദുബൈ കാണിച്ചപ്പോ പെരമപ്പിരാന്തായി. ഫുള്ള് പെരമപ്പിരാന്ത്. വേറെ ഒരു ഭ്രാന്തും ഇല്ലല്ലോ. ആൾക്കാർ പൈസ ഉള്ള കാര്യങ്ങൾ വരിക പൊളിക്കുക. നമ്മള് 10 ഉറുപ്പിക വെച്ചാൽ കണ്ടവരെ കണ്ടില്ല. ഒരു 10 ഉറുപ്പിക വെച്ചാൽ നമ്മളെ കണ്ടവരെ കണ്ടു. അവർക്ക് ഫുള്ള് പേര് 1,000 ഉറുപ്പികക്ക് ഭ്രാന്തെടുക്കലാണ്. ഒക്കെ കൂടി ഒരു ആട്ടലുണ്ടാവും പേര്. പഠിച്ച ദുബൈ കാണിച്ചപ്പോ അള്ളാനൊക്കെയാണ് മാറും നിൽക്കുന്ന ആൾക്കാർ. ചക്കൊക്കെ വെട്ടിയാൽ തെങ്ങിന്റെ ഇടുക, തോട്ടുകൂടി കീപ്പട്ടാക്കുക. തോട്ടുകൂടി പരിപാടി എന്താണ്? തോട്ടുകൂടി കീപ്പട്ടാക്കുക, തെങ്ങിന്റെ തോട്ട് വെട്ടിയിടുക. പണ്ടേ ആർക്കും വേണ്ട പണ്ടേ ആൾക്ക് ചക്ക ബിരിയാണിയായിരുന്നു. പണ്ട് കാലത്ത് ചക്ക ബിരിയാണി. പണ്ട് കാലത്ത് ചക്ക ബിരിയാണിയായിരുന്നു. ഇപ്പൊ തോട്ടുകൂടി ഇപ്പൊ കാട, ആട്, കോഴി പറ്റൂല. സ്പ്രിങ് എന്താ കോഴിയാണ്. എന്തെല്ലാം ആണല്ലേ. പഠിച്ചാനൊക്കെ ആയതാന്ന് എല്ലാം കൂടി ബീച്ചാണ്ട് പോണേക്ക് പോകും. അല്ല പഠിച്ച ആയതെന്നായിട്ട് അള്ളാനൊക്കെ സമ്മതിക്കണം. ഇത്ര എണ്ണത്തിന് അള്ളാഹ് തിന്നാൻ കൊടുക്കണില്ലേ? അപ്പൊ നമ്മൾ അള്ളാന്റെ ആരാധിക്കണ്ടേ? കുഞ്ഞാലിക്കുട്ടി ജയിലിനെ ആരാധിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് ഏത് പള്ളിക്കാരും അള്ളാനെയാണ് വിളിക്കുന്നത്. നമ്മള് അള്ളാഹ് പഠിച്ച ഭൂമി ഒട്ടാകെ അള്ളാനല്ലേ വിളിക്കുന്നത്. അല്ലെ കുഞ്ഞാലിക്കുട്ടിയെ മഞ്ചാണ്ടിയെന്ന് എവിടെയും വിളിക്കണ്ട ഇല്ല. പിന്നെ അള്ളാന്റെ മുതലേറ്റ് കളിക്കല്ലേ ബലൊക്കെ. ബലത്തല്ലല്ലോ ഇപ്പത്. അള്ളാന്റെ പേരും പറഞ്ഞാണ്ട് ബല അള്ളാന്റെ മുതൽ വെച്ച് കളിക്കാണ്. ബൽക്ക് ഇവിടെ ആർക്കും മുതലില്ല. ഇപ്പൊ എല്ലാരും വിൽക്കുന്നത് പഠിച്ചത്. ബല എല്ലാരും പറയാം ഒക്കൂല. ഇപ്പൊ നാളെ ഹുസൈൻ പറയും മീൻ വിറ്റിട്ട് എനിക്ക് 10 ഉറുപ്പിക വിറ്റ ഒക്കൂല. അള്ളാഹ് ഒരു ബഹറുണ്ടാക്കി കുറെ മീൻ അതിൽ ഉണ്ടാക്കി അത് പറയും. എന്നിട്ട് ആ മീനിനെ കൊടുത്താണ്ട് ഓല് വിൽക്കുന്നത് ഓൽക്ക് ഒക്കൂല. പിന്നെ ഓല ഉണ്ടാക്കിയ മാതിരിയാണ്. അമ്പലിട്ടാരും ഉണ്ടാക്കിയിട്ടിപ്പോ തേങ്ങാക്കെന്നാള് പറയാം 10 ഉറുപ്പികക്ക് വിറ്റ ഒക്കൂല. പഠിച്ചൊരു ബഹറുണ്ടാക്കി മീൻ ഇങ്ങനെ കൊടുന്നുണ്ടാക്കുന്നത്. അപ്പം